മാർനല്ലൂർ പഞ്ചായത്തിലെ കണ്ടല കേരള അക്കാദമി ഓഫ് ഫാർമസി കോളേജിൽ സർട്ടിഫിക്കറ്റ് തിരികെ ചോദിക്കാൻ ചെന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ച് കോളേജ് അധികൃതർ. ഫാർമസി കോളേജിൽ നിരവധി പ്രശ്നങ്ങളുള്ളതിനാൽ പഠനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് ചോദിച്ചെത്തിയ വിദ്യാർത്ഥികളെയാണ് ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തത്. കോളേജിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഫാർമസി കോളേജിൽ എത്തിയിരുന്നു. വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ പുറത്തെത്തി കുട്ടികളുമായി സംസാരിച്ചു. തങ്ങളിൽ നിന്ന് അമിതമായി പണം വാങ്ങുകയാണെന്നും കോളേജിൻ്റെ പ്രവർത്തന രീതിയിൽ ആക്ഷേപമുണ്ടെന്നും ഇവർ അറിയിച്ചു. ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ST അനീഷും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ നിലവിൽ കണ്ടല ഫാർമസി കോളേജിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് KSUവിൻ്റെ കാട്ടാക്കട അസംബ്ലി പ്രസിഡന്റ് ഞാൻ എത്തിച്ചേർന്നതാണ്. ഇത് കുറച്ച് നാളായിട്ട് ഈ വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. പിള്ളേരുടെ മാനസികമായിട്ട് പിള്ളേരെ ടോർച്ചർ ചെയ്യുക, HR-ഉം മാനേജ്മെൻറ്റും അടങ്ങിയ ഒരു ടീം നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരുടെ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഇയർ കയറിയിട്ട് പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് വെച്ചാൽ ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ അവിടെ നിന്ന് പൈസ വാങ്ങിച്ച് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുക. അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എക്സാം രജിസ്ട്രേഷൻ കറക്റ്റ് നടത്തത്തില്ല. അവർക്ക് സർട്ടിഫിക്കറ്റിന് ഉള്ള കാര്യങ്ങളൊന്നും അപ്രൂവലായിട്ട് വരത്തില്ല. ലാസ്റ്റ് ഇവർക്ക് ID കാർഡ് പോലും എക്സാമിനുള്ള ഒറിജിനൽ ID കാർഡ് അവർക്ക് മാനേജ്മെൻറ്റോ സ്കൂളോ കൊടുക്കത്തില്ല. ഇതിൻ്റെ പേരിൽ പരാതി വരുമ്പം ഫസ്റ്റ് ഇയർ സെമസ്റ്ററൊക്കെ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പം മെറിറ്റിൽ കയറിയ പിള്ളേർക്ക് മാത്രം റിസൾട്ട് വരും. ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ച പിള്ളേർ പൈസ അടച്ച് 2-3 ലക്ഷം രൂപയൊക്കെ പൈസ അഡ്മിഷൻ അടച്ച് മെറിറ്റിൽ കയറി മാനേജ്മെൻറ്റ് സീറ്റിൽ കയറിയ പിള്ളേർക്ക് ഇവിടെ നിന്ന് റിസൾട്ട് വരത്തില്ല. ആ സമയത്ത് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മുകളിലോട്ട് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പം ഇങ്ങനെ ഇവരുടെ രജിസ്ട്രേഷൻ കറക്റ്റായിട്ടില്ല, ഇവരുടെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് എന്നിവർ റിപ്പോർട്ട് പറയും. മോളിന്ന് പറയുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് അറിയുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ചോദിച്ച് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കോഴ്സിൻ്റെ മുഴുവൻ ഫീസ് 3-4 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കയറ്റമില്ല. ഗേറ്റിൻ്റെ ഇപ്പോൾ നമ്മളിവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഗേറ്റിനകത്ത് നിന്ന് അകത്ത് പോലും ഒന്ന് കടത്തിവിടുന്ന സാഹചര്യമില്ല. പോലീസ് വന്നു കഴിഞ്ഞാൽ പോലും പറയുന്നത് അകത്ത് കയറ്റിവിടാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവരെ പേരൻറ്റ് വന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരെ കയറ്റിവിടാൻ വേണ്ടി മാനേജ്മെൻറ്റോ ഉദ്യോഗസ്ഥരോ ഒന്നും സമ്മതിക്കുന്നില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് KSU കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരമായിട്ട് ബന്ധപ്പെട്ട് തഹസിൽദാർ വന്ന് കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് പറഞ്ഞു, കോളേജ് വിശദീകരണം എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് തുറന്നാൽ എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ടും അത് പോലും കണക്കാക്കാതെ ഇന്ന് കോളേജ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ഇന്ന് DME ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പറ്റുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ കയറ്റി വിടുന്നില്ല. ഈ വിദ്യാർത്ഥികൾ DME ഓഫീസിൽ ഇവിടുന്ന് ആൾ വന്നെന്നറിഞ്ഞ് ഈ പരാതി ബോധ്യപ്പെടുത്താൻ വന്ന വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് ഒരു കാരണവശാലും കയറ്റി വിടാൻ പറഞ്ഞ് മുകളിലോട്ട് ഉദ്യോഗസ്ഥരെ DME മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിനെ വിളിച്ചായിരുന്നു. അവിടുത്തെ വേണ്ട ഉദ്യോഗസ്ഥരെ വിളിച്ചായിരുന്നു. അവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ അവരെല്ലാം ഈ ഒരു മാനേജ്മെൻറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളോട്, പാവപ്പെട്ട വിദ്യാർത്ഥികളോട് അധികാരവർഗവും ഈ കേരളം ഭരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആൾക്കാർ കാണിക്കുന്ന മൗനം എന്താണെന്ന് നിങ്ങളൊന്ന് പറയണം. ഈ പിള്ളേരെല്ലാവരും രാവിലെ തൊട്ട് വന്നിരിക്കുകയാണ്. ഇതിന് ഇതുവരെ ഒരു നിലപാടോ ഇപ്പോഴാണ് ലാസ്റ്റ് കയറി വരുന്നത്. വൈകുന്നേരം വരെ നിന്നിട്ടും ഇവർ ഒന്നും ഗേറ്റ് തുറക്കാൻ പോലും കാണിക്കുന്നില്ല. ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന് അപ്പം കോളേജിൽ പോലും കയറ്റുന്നില്ല. ഞങ്ങൾ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടും വീണ്ടും ഇങ്ങോട്ട് തരാൻ ഉണ്ടായിട്ടും അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. കുറേ വട്ടം വന്നിട്ടും ഇവിടം വരെ എത്തണമുണ്ട്, അങ്ങോട്ട് കയറ്റുന്നില്ല. എത്ര കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഒന്നും ഒരു ഇതും ഉണ്ടായിട്ടില്ല. പിന്നെ വീണ്ടും ഇന്നും നാളെയും ഇങ്ങനെ ആയി ഡേ കൂടി പോകണം, അല്ലാതെ ഒന്നും നടക്കില്ല. ഞങ്ങളിവിടെ ഫസ്റ്റ് ഇയർ D.Pharm പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ച ഞങ്ങൾ ക്ലാസ് തുടങ്ങി ഞങ്ങൾക്ക് 7 മാസം ആയുള്ളൂ. അതിനിടയ്ക്ക് കുറേ ഇഷ്യൂ ഒക്കെ ആയി. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് 3 ദിവസം മുമ്പേ ഇവിടെ വന്ന്, അപ്പം 3 ദിവസമായിട്ട് ഞങ്ങളിവിടെ കയറി ഇറങ്ങി നടക്കുക. വന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ കയറ്റി വിടണ്ട, ആ പേരും പറഞ്ഞ് വരണ ഒരു കുട്ടികളെ അകത്തോട്ട് കയറ്റി വിടണ്ട എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റും HR-ഉം അങ്ങനെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ചെയർമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചെയർമാൻ കയറ്റണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയർമാൻ ഇവിടെ ഇല്ലെന്ന് പറയുന്നു, അതിൻ്റെ പേര് കയറ്റണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തുവാ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഇനി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തിരിച്ച് തരണമെങ്കിൽ തന്നെ ഞങ്ങൾ ഈ 1 വർഷത്തെ ഫീസ് ഫുള്ളായിട്ട് അടച്ച കുട്ടികളാണ് ഞങ്ങളെല്ലാവരും ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പോരാഞ്ഞിട്ട് അവരൊക്കെ ഇനി 40,000 രൂപ 48,000 രൂപയൊക്കെ ഓരോ കുട്ടികൾ, പിന്നെ 50,000 രൂപ അടയ്ക്കേണ്ട കുട്ടികളുണ്ട്. അതൊക്കെ അടച്ചാലേ ഞങ്ങൾക്ക് ഇനി സർട്ടിഫിക്കറ്റ് തരുത്തും. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് അങ്ങനെ ഒരു റൂളേ അവിടെ ഇല്ല, അതിൻ്റെ ഒരു കാര്യമില്ല. പിന്നെ ഞങ്ങൾ ഈ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പറയാം അതിനി ഞങ്ങൾ 2 വർഷം പഠിച്ച് ഇറങ്ങിയാലേ അത് ഞങ്ങൾക്ക് തരത്തുള്ളൂ.
പിന്നെ ആവശ്യമില്ലാത്ത രീതി കണ്ടനേഷൻ എന്നും പറഞ്ഞ് ഞങ്ങളെ ഡിഫാമുകാരൊക്കെ ആണെങ്കിൽ സെക്ഷൻ എക്സാമിന് ഞങ്ങൾക്ക് കണ്ടനേഷൻ അടയ്ക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അടയ്ക്കണമെങ്കിൽ തന്നെ അത് യൂണിവേഴ്സിറ്റിക്കാണ് അടയ്ക്കേണ്ടത്. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഞങ്ങൾ ഇതേപോലെ ഫീസ് അടച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്തുവാ കണ്ടനേഷൻ ഞങ്ങൾ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു സബ്ജക്റ്റിന് 500 വെച്ചൊക്കെ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 5000 രൂപ 4500 രൂപയൊക്കെ അടച്ച പിള്ളേരൊക്കെ ഉണ്ട്.